ഇവിടെയാണോ? ആ ഇറങ്ങ. ബെന്നി, ദേ നമ്മൾ കാട് കയറാൻ പോവുകയാണ്. പരിപാടി കഴിഞ്ഞ നീ പറഞ്ഞ പോലെ 5 നിനക്കും 5 എനിക്ക്. എന്താ? എന്തോന്നടേ നീ ഒരുമാതിരി. ആ ചുമ്മാ പറഞ്ഞു എന്ന് മാത്രം. ദേ ഈ കോപ്പൊന്നിട്ട് കാട്ടി കയറാൻ പറ്റത്തില്ല. അട്ടയെല്ലാം കൂടെ നിന്നെ കടിച്ചു ഊറ്റും. ഇതെന്റെ പുതിയ ഷൂവാ. ഓടാ. ദേ ഇതെടുത്തിട്ടോ. സാധനം ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കാം. അച്ഛൻ കാശും രാജുവേ, ഡേവിഡ് അല്ല നിൽക്കുന്നത്. ശരിയാണല്ലോ അച്ഛായ. ഇവനെ ഈ വഴിക്കൊന്നും കാണാറില്ല. അത് അച്ഛൻ അറിയില്ലായിരുന്നോ? ഇവൻ ആ ആനക്കൊമ്പ് കേസിൽ അകത്തായിരുന്നല്ലോ. ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. മറ്റേ പരിപാടി എന്താ? ചായോ, ഏതോ വരുത്തനുണ്ടല്ലോ അവന്റെ കൂടെ. ആ, വരുത്തൻ തന്നെയാ. തോക്കുണ്ടല്ലോടാവേ അവൻ്റെ കയ്യിൽ. ഇനിയിപ്പോൾ ഇവനൊക്കെ അല്ലേ ആനയെ പിടിക്കാനോ പുലിയെ പിടിക്കാനോ ആർക്കറിയാം. കാശുണ്ടാക്കാൻ പുതിയൊരു പരിപാടി ഒത്തുവന്നിട്ടുണ്ട്. ഇന്ത്യൻ ഹോൺ വൈപ്പർ. കിടിലൻ വിഷമുള്ള പാമ്പാണ് ഐറ്റം. സാധനം ഇവിടെ നമ്മുടെ കാട്ടിലൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ തപ്പി ഇറങ്ങിയാൽ കിട്ടില്ല. പ്രൊട്ടക്റ്റഡ് സ്പീഷീസിൽപ്പെട്ട ഐറ്റം ആയതുകൊണ്ട് സാധനം കാട്ടിൽ എവിടെയാണെന്ന് ഫോറസ്റ്റുകാർക്ക് മാത്രമേ അറിയൂ. അവിടെയാണ് ഡേവിഡിന്റെ സഹായം എനിക്ക് ആവശ്യമുണ്ട്. ഈ ഡേവിഡ് വിചാരിച്ച പശ്ചിമഘട്ടത്തിൽ നിന്നല്ല, അങ്ങ് ആമസോൺ കാട്ടിൽ കയറി വേണമെങ്കിലും ഏത് ഐറ്റത്തെയും പിടിക്കും. ഡേവിഡ് ഞാനും ഇപ്പൊ അത്ര നല്ല രസത്തിലൊന്നും അല്ല. എന്നാലും കാശ് കണ്ട അവൻ കമിഴ്ന്ന് വീഴും. വെറുതെ കള്ളക്കടത്തുകാരനാണെന്നും പറഞ്ഞ് തെക്ക് വടക്ക് നടന്നിട്ട് കാര്യമില്ല. പോക്കറ്റിൽ കാശ് വീഴണ്ടേ? അതിനിനി ആ ബോംബെക്കാരൻ ആൻഡ്രൂസിന്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് കൂടി മേടിച്ചെടുക്കണം. ബെന്നി, എമൗണ്ട് എത്ര പറഞ്ഞേ? 2 lakhs. ഓക്കെ. എന്തോ പുതിയ ഊടായി പോയിട്ടാണല്ലോ. നീ അത് പോയടാ. കുറച്ച് കാശ് കടയുന്ന പരിപാടി സെറ്റായിട്ടുണ്ട്. എന്തായാലും ഞാനില്ല. ഡേവിഡേ, രക്ഷപ്പെടാൻ കിട്ടിയ ഒരു വഴിയാണ്. അയ്യോ, നീ എന്നെ വല്ലാണ്ടങ്ങ് രക്ഷപ്പെടുത്തല്ലേ. തൽക്കാലം എനിക്ക് ജീവിക്കാനുള്ള കിട്ടുന്നുണ്ട്. എനിക്കത് മതി. അവന്റെ നീ ഇപ്പൊ ഒന്ന് വിചാരിച്ച നമ്മുടെ രണ്ടുപേരുടെയും കീശയിൽ കുറച്ച് കാശ്. ഞാൻ ഈ വക എല്ലാ പരിപാടികളും നിർത്തി. അല്ലെങ്കിൽ നിന്റെ കൂടെ ഉള്ളൊരു പരിപാടിക്ക് ഞാൻ ഇനിയില്ല. നിനക്ക് കാശ് വേണോ ഇവിടെ? കാശ് ആർക്കാടാ വേണ്ടത്? പക്ഷേ നിന്റെ കൂടെയുള്ള ഒരു പരിപാടിയിൽ നിന്ന് എനിക്കിതുവരെ കാശ് കിട്ടിയിട്ടില്ല. ദേ, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കില്ല.
ഞാൻ പോവാം. ഈ കാശ് ഇത് നിനക്ക് കൊണ്ടുവന്ന, ഇത് നിനക്ക് വേണ്ടാന്ന് നീ പറയണം. അതൊക്കെ ശരി, പക്ഷെ എനിക്കെന്ത് കിട്ടും? അളിയ 10 ലക്ഷം രൂപ 50-50. 50 ഞാൻ തന്നു. പരിപാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി 4.5 ലക്ഷം രൂപയും കൂടി ആ കയ്യിലോട്ട് ഞാൻ വെച്ച് തരും. ഹാപ്പി അല്ലേ? പിന്നെ നിന്റെ പരിപാടികളൊക്കെ എങ്ങനെ പോണം? എന്ത് പറയാനാടാ, കുറച്ച് പരിപാടികളൊക്കെ വന്നതാ, പക്ഷെ ഒന്നും അങ്ങോട്ട് നടന്നില്ല. മൂഞ്ചിപ്പോയി. ആ അത് വിട്. ഞാനൊരു കാര്യം ചെയ്യും, കാണേണ്ടവരൊക്കെ പോയി ഒന്ന് കാണാം. ആ, പക്ഷെ ഇത്തവണ ബെന്നി, കാട്ടിൽ ഞാൻ പോകുന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ ഡീലിന് നീയും ഉണ്ടാവും. എന്തിന്? പുലി പിടിക്കാൻ? ഡേയ്, നീ ജനിച്ചത് കാട്ടിലാണ്, ഞാനങ്ങനല്ല. എനിക്ക് കാടുമായിട്ടൊന്നും ഒരു പരിചയപ്പെടലും ചായ കുടിക്കലൊക്കെ പിന്നെ ആവും. ഞാൻ പോകുന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം നീയും ഉണ്ടാവും, ഇല്ലെങ്കിൽ ഈ ഡീലിന് ഞാനില്ല. എന്താ ഓക്കെ അല്ലേ? പതുക്കെ പോടാ. ആടോ നോക്കി ഇറങ്ങടാ. നീ ലൊക്കേഷനൊക്കെ എങ്ങനെയാടാ സംഘടിപ്പിച്ചത്? അതിനൊക്കെ ഫോറസ്റ്റിൽ ആളുണ്ട്, കുറച്ച് അവിടെയും ചെലവായി. അയാൾക്ക് കൊടുത്തത് കൂടാണ്ട് ഫുഡും കള്ളും വേറെയും. കുറച്ച് ദിവസം അകത്ത് തീർത്തുണ്ടേ ഇവിടെ ത്യാഗത് മിനിങ്ങില്ലോടാ. 67 ദിവസം കുറച്ച് ദിവസം അല്ല മകേഷ് സാറേ. ഡേവിടെ, നീ ഫോൺ ചെയ്തപ്പോഴത്തേക്കും ഐറ്റം എന്താന്ന് പറഞ്ഞു, പക്ഷേ ആരാ പാർട്ടിയെന്ന് നീ പറഞ്ഞില്ല. ആരാടാ, ആരാ പാർട്ടി? ബെന്നിയല്ലേ? ഇതിൻ്റെ മുഖം കണ്ടപ്പോൾ എനിക്ക് തോന്നിയായിരുന്നു. ഡേവിടെ മക്കളെ, നീ വണ്ടി വിട്ടു. ഞാൻ പറയട്ടെ മകേഷ് സാറേ. എടാ, അവൻ നമ്മളെ രണ്ടുപേരെയും എനിക്കതറിയാം. സാറും ഞാനും വിചാരിച്ച എളുപ്പത്തിൽ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഡീലായത്. അതുകൊണ്ടാണ് ആ നാറിക്ക് ഞാൻ കൈ കൊടുത്തതും അഡ്വാൻസ് വാങ്ങിച്ചത്. എടാ, അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഞാൻ എത്ര വർഷം പറഞ്ഞതാ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ ഡേവിഡിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് അവനും അറിയട്ടെ. ഒത്തു കിട്ടിയ ഇതുവരെയുള്ള കുറേ നഷ്ടങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പിടിക്കും. കൂട്ടത്തി ബെന്നെ ഒന്ന് കാടും കാണിക്കാം. ശരി, അത് നിങ്ങൾ തമ്മിലുള്ള ഇടപാട്. എൻ്റെ കാര്യം എങ്ങനെയാ? ഡേവിഡേ, ഡിപ്പാർട്ട്മെൻറ്റ് കടലാസുകളെല്ലാം നോക്കി നീ പറഞ്ഞ ഇനത്തിൽപ്പെട്ട പാമ്പിൻ്റെ ലൊക്കേഷൻ ഞാൻ എടുത്തിട്ടുണ്ട്.
7-ാം തണ്ട 4-5 മലകൾ കയറി ഇറങ്ങണം. ദിവസങ്ങളെടുക്കും. അതെനിക്കറിയാമല്ലോ. ഇവിടെ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. ചൂട്ടമുരുകൻ്റെ ഇപ്പോഴത്തെ ക്യാമ്പ് 7-ാം തണ്ടയ്ക്കടുത്തുള്ള ഏതോ ഒരു മലയില. ആ വാചകന്മാർ പറഞ്ഞതാ. ചൂട്ടയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. തോക്ക് താഴെടാ. നീയൊക്കെ ഏതാ? ചൂട്ടമുരുകന്റെ കാട്ടിലാ നിന്റെ ഒക്കെ കളി. എടാ വെടിവെച്ച് പൊളിക്കും ഞാൻ. ആരാടാ അത്? തോക്ക് കാണണം. ചൂട്ടെ നിനക്ക് ഡേവിഡിനെ അറിയാലോ. എടാ വെടിവെച്ച് പൊളിക്കും ഞാൻ. മതി രാവിലെ തന്നെ വേട്ടക്കിറങ്ങിയ വാ എന്തെങ്കിലും ആവട്ടെ. ഞാൻ പൊട്ടിക്കും. ബാക്കില് അവനെ കൊല്ലടാ. ഞാനൊരു വെടിവെച്ച് കൊല്ലാം. നീ മാറോ തിരിച്ചടിക്കണ. ഞാൻ പൊട്ടിക്കും. തിരിച്ചടിക്കണ അവനെ. എവിടെ ഇവിടെ ഇനി അവന്റെ ആളുകളെങ്ങാനും നമ്മളെ തപ്പി വരുവോടാ.
അത് കഴിഞ്ഞ് ഇത്രയും ദൂരം വന്നിട്ടും നീ അതൊന്നും വിട്ടില്ല ഇതുവരെ. അവൻ്റെ ആയുസും കഴിഞ്ഞ് അവരുടെ ഏരിയയും കഴിഞ്ഞ് പിന്നെ എന്ത് കോപ്പ. ഒന്നും വേണ്ടായിരുന്നു. ഞാൻ 1000 വട്ടം പറഞ്ഞ ഞാനില്ല. എല്ലാം നീ കാരണം തന്നെ. കാട്ടിൽ കയറി ഒരു പാമ്പിനെ പിടിക്കാനായിരുന്നെങ്കിൽ ഡേവിഡ് ഒറ്റയ്ക്ക് വന്നാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അത് മാത്രമല്ലല്ലോ കാര്യം. അത് മാത്രമല്ല കാര്യം എന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിച്ചത്? രാവിലെ എണിച്ച് കുറേ നടക്കാനുള്ള ഞാൻ കിടക്കാൻ പോകും. ഇനി ഒരുപാട് ദൂരം ഉണ്ടോടാ? അധികമൊന്നുമില്ല, ഒരു 2 ദിവസം കൂടെ ഉള്ളൂ. ഒന്ന് നിക്കടാ. ഇവിടെ തന്നെ ആണോടാ? പതുക്കെ കൈ ബെന്നി, ദേ ഇവിടെയായിട്ടൊരു ടെൻ്റ് അടിച്ചേക്ക്. എന്നിട്ട് നീ തൊട്ടടുത്തൊക്കെ ഒന്ന് പരത്. ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. പിന്നെ ദൂരേക്കൊന്നും പോകരുത്, കാടാണ്. ഡേ, ഈ കൊടും കാട്ടി കൊണ്ടുവന്ന് ഒറ്റക്കെട്ട് പോകാനാണോ നീ എന്നെ കൂടെ കൊണ്ടുവന്ന്? എന്നെ കൊണ്ട് പറ്റത്തില്ല. തപ്പുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് തപ്പും. നിനക്ക് പാമ്പിനെ വേണോ? കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട, പറയണ അങ്ങോട്ട് കേട്ടാൽ മതി. വേണേ പിടിച്ചോണ്ട് വരട്ടെ, എനിക്ക് വയ്യ.
കിട്ടിയാ? എന്ത് കോപ്പാടാ ഈ ഉണ്ടാക്കി ആ വെച്ചത്? കോപ്പ് സാധനം കിട്ടിയാ? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ നമ്മൾ ഇറങ്ങിയ കാര്യം നടക്കുമെന്ന്. നീ ആ സിഗരറ്റ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നതാ. സാധനം കിട്ടി. ഇനി പറ, എനിക്ക് എത്ര കിട്ടും? എടാ 50-50, നിനക്കഞ്ച് എനിക്കഞ്ച്. ഉള്ളതും പറഞ്ഞ് എനിക്ക് തരേണ്ട ഷെയറിങ് തന്നേക്ക്. ഡേവിടെ, നമ്മളിത് ഓൾറെഡി പറഞ്ഞതാ, എനിക്ക് 10 ലക്ഷം കിട്ടൂ. എൻ്റെ കയ്യിൽ ഏമാമാർക്ക് മറിക്കാനുള്ള കാശും വാങ്ങിക്കാൻ ഒരാളും ഉണ്ടായിരുന്നു. പണ്ട് എപ്പോഴും ഈ സാധനം പിടിച്ചു കൊടുത്ത് ഞാൻ കാശാക്കിയെന്നെ. നീ ഇത് രണ്ടും കൊണ്ടുവന്നു. പക്ഷെ എന്നെ ആണെങ്കിൽ ഡാ നീ എന്തു ഈ പറയുന്നത്? നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത കണക്ക് കാര്യങ്ങൾ നടക്കുമല്ലേ ഇപ്പോ? ബെന്നി, ഞാൻ നിന്നെ ഇവിടം വരെ കൊണ്ടുവന്നത് എല്ലാം തീരുമാനിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം. ഇല്ലെന്നുണ്ടെങ്കിൽ നീ ഇവിടുന്ന് സാധനമായിട്ട് പുറത്തു പോവില്ല. ഡേവിടെ, നീ കാടിന്റെ വലിയ കൊണാണ്ടറൊക്കെ ആയിരിക്കും, പക്ഷെ എനിക്ക് നീ വെറും ഒരു പണിക്കാരനാ. വെറും പണിക്കാരൻ. സാധനം തടാ താടാ ഓടാ. സാധനം തടാ. ആരാടാ? പുല്ലേ പാമ്പടിച്ചോ? 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 മഹേഷ് സാറെ അറിഞ്ഞായിരുന്നോ? 7-ാം തണ്ടിയിൽ അഴിത്തൊലിഞ്ഞ ശവങ്ങൾ കേട്ടോ. ആ വാച്ചർ ചന്ദ്രൻ പറഞ്ഞതാ. ബോഡിയുടെ അടുത്ത് നിന്ന് കിട്ടിയ ബാഗിൽ നിന്ന് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്തോ മാപ്പോ കോപ്പോ ഫയലൊക്കെ കിട്ടിയെന്നാണ് പറഞ്ഞത്. ഏതവനാണോ എന്തോ അവന്മാർക്ക് അതൊക്കെ ഒപ്പിച്ചു കൊടുക്കുന്നത്. എന്തായാലും സംഭവം പുറത്തായിട്ടുണ്ട്. അവിടെ കിടന്ന് ചാവടാ.